F1 ദ മൂവി ഈ പടത്തിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് ഐഫോണിൻ്റെ ആപ്പിൾ ടി വിക്കകത്ത് ഇതിൻ്റെ ട്രെയിലർ പ്ലേ ചെയ്യുമ്പം ഒരു 4DX എഫക്റ്റ് പോലെ നമ്മുടെ കയ്യിൽ ഒരു വൈബ്രേഷൻ, അതായത് സിനിമയിലെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് വൈബ്രേഷൻ, അത് ലെഫ്റ്റ് റൈറ്റ് എല്ലാം അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ മേക്കിംഗ് വെച്ചപ്പോഴേക്കും സംഭവം കൊള്ളാലോ എന്ന് തോന്നി. നിങ്ങളും ഈ സാധനം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. വേറെ ഒന്നുമില്ല, ഐഫോൺ ഉള്ളവർ ആപ്പിൾ ടി വി ഇൻസ്റ്റാൾ ചെയ്യുക, അതിനകത്ത് തുടക്കത്തിൽ തന്നെ F1 ട്രെയിലർ കാണും. ട്രെയിലർ അങ്ങ് പ്ലേ ചെയ്തിട്ട് മേശപ്പുറത്തൊന്നും കൊണ്ടുവയ്ക്കരുത്, ഫോൺ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. കയ്യിൽ പിടിക്കുമ്പോൾ അതിങ്ങനെ അടിക്കും, നല്ല രസമാണ്. പിന്നെ ഈ പടത്തിൽ നോക്കിയപ്പം ബ്രാഡ് പിറ്റിൻ്റെ പടം, അതുപോലെ ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജോസഫ് കൊസിൻസ്കി, പിന്നെ സിനിമാറ്റോഗ്രഫിയൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈഫ് ഓഫ് പൈയുടെയൊക്കെ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള ക്ലാഡിയോ മിറാൻഡ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദ ലെജൻഡ് ഹാൻസ് സിമ്മർ. ഇതൊക്കെ പോരാടെ പിന്നെ ഈ പടം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയപ്പോഴേക്കും ഇന്നലെയോ മെനഞ്ഞാന്നോ രാത്രി എങ്ങാണ്ടോ ഐമാക്സിൽ ഒരു സ്ക്രീനിങ് എന്തോ ഉണ്ടായിരുന്നു, ടിക്കറ്റൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഇവിടുത്തെ 2K ഐമാക്സിൽ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ പാവങ്ങളുടെ ഐമാക്സ് ഉണ്ടല്ലോ ഇവിടെ, എരിസ്പ്ലക്സ് ഓടി 1 കാണാമെന്ന് വിചാരിച്ചു. ഈ പടം ഐമാക്സിൽ ഷൂട്ട് ചെയ്ത പടമാണ് കേട്ടോ. നല്ല കിടില ഐമാക്സുകളുണ്ടെങ്കിൽ അത് മിസ്സാക്കണ്ട. ഇത് ഒരു പടത്തിൻ്റെ പ്രീക്വലോ സീക്വലോ ഒന്നുമല്ല, ഇത് ഒരു സ്റ്റാൻഡ് ലോൺ പടമാണ്. F1 റേസ് വെച്ചിട്ട് തന്നെ മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾക്കൊക്കെ F1 റേസിൻ്റെ പരിചയം എന്ന് പറഞ്ഞാൽ പണ്ട് ടി വിയിൽ വീഡിയോ ഗെയിം കളിക്കുമായിരുന്നല്ലോ, മറ്റേ ജോയ്സ്റ്റിക്ക് വെച്ച് അതിലൊരു കളി ഉണ്ടായിരുന്നത്, പിന്നെ ബ്രിഗ് ഗെയിമിലും ഉണ്ടായിരുന്നു. പിന്നെ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് മത്സരങ്ങൾ വരുമ്പോൾ ചിലപ്പം കാണാറുണ്ടെന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും തന്നെ അറിയില്ല. ഈ സിനിമയിൽ ടോപ്പ് ഗൺ മാവറിക്ക് കണ്ടവർക്ക് ഈ സിനിമയിലെ പല സീനുകളും വരുന്ന സമയത്ത് അത് താനല്ലയോ ഇത് എന്ന വർണ്ണത്തിൽ ആശങ്ക ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഇത് ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയാണ്. ഇതിൽ കഥയിൽ വേറെ വലിയ ഇതൊന്നുമില്ല. ഒരു സാധാരണ ഇതുപോലത്തെ പടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പടത്തിൽ ഒരു 20 സെക്കൻഡ് ലെങ്തുള്ള ഒരു സീനുണ്ട്. അതെപ്പോഴാണ് ഏതാണ് എന്താ ഒന്നും ഞാൻ പറയില്ല. ആ സീന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ല. ആ സീന് കാണുമ്പം നമ്മൾ ഒരു കിക്കിൽ എത്തിക്കൂടെ. ആ ഒരു സീൻ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അത് ഗൂസ് ബംസ് ആണ്, അഡ്രിനൽ റഷാണ്, എന്താണെന്ന് എനിക്ക് പറയാറില്ല. ഒരു സിനിമയൊന്നും എനിക്ക് ആ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു ഹീസ് ഫ്ലൈങ് എന്ന് പറയുന്ന ഒരു സാധനം, അത് എങ്ങനെയാണ് ആ തോട്ട് പ്രോസസ് ഉണ്ട്, ഇത് തിയേറ്ററിൽ ഇങ്ങനെ വർക്കാവുന്ന ഇവർക്ക് എങ്ങനെ അത് അറിയാൻ പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. കറക്റ്റായിട്ട് ആ സാധനം കിട്ടുന്നുണ്ട്. എൻ്റെ പൊന്നോട്ടന്ന് അങ്ങോട്ട് ഗംഭീരമാണ് ഈ സിനിമയുടെ മേക്കിങ്, ഈ സിനിമോട്ടോഗ്രഫി, അതുപോലെ സൗണ്ട് മിക്സിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അമ്മ ഒരു രക്ഷയില്ല. ഈ റേസിംഗ് സീൻ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഈ പടത്തിലൊന്ന് പെട്ടെന്ന് അടുത്ത സാധനത്തിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള തിയേറ്ററിൽ പോയി കാണുക. ഐമാക്സിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 4DXിലാണെങ്കിലും കിടിലുമായിരിക്കും. ഒരിക്കലും OTT വന്നിട്ട് കാണാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റേസിംഗ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് കളയും. വലിയ അങ്ങനെ കാണേണ്ട പടമല്ല, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം ഇതിനകത്തുണ്ട്. പടത്തിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണി ഹെയ്ൻസ്, ഇയാൾ പണ്ട് നല്ല റേസിംഗ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു അപകടം പറ്റി പരിക്കായി, കുറേ കാലം ഫീൽഡ് ഔട്ടായി, അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഒരു സാഹചര്യത്തിൽ തിരിച്ചു വരുന്നു. അവിടെ പോരുമ്പോഴേക്കും അവിടെ സാഹചര്യങ്ങളൊക്കെ മാറി, അവിടെ ഈഗോ ക്ലാഷ് പരിപാടികൾ, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകളും. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് എന്ന് പറഞ്ഞാൽ ഈ F1 റേസ് പരിചയമില്ലാത്തവർക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ, എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അവർ തരണം ചെയ്യണം, അതിൻ്റെ റൂൾസ്, അതുപോലെ ഈ സംഭവം ഡിസ്മാൻഡിലൊക്കെ ചെയ്യുന്നത്, മെയിൻ്റെനൻസ് ചെയ്യുന്നത്, സ്പോട്ടിൽ പരിപാടി ഇതൊക്കെ ക്ലിയറാക്കി വിടുന്നതൊക്കെ എടുത്തിരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ റേസിങ് തന്നെ. അതിൽ ക്യാമറ പൊസിഷൻ വെച്ച് പലയിടത്തും ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നമ്മളെ POV പോലെയാണ് ഇത് പോകുന്നത്. നമ്മളിരുന്ന് ഓട്ടിക്കുന്ന ഫീൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണ ഇതുപോലത്തെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സംഭവം വരുമ്പോഴേക്കും ആ ഒരു എന്താണോ അവർ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ പോർഷൻ, അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് പോർഷൻ, ആ പോർഷൻ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകാനാണ്. ആ ഭാഗങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം ലാഗ് അടിക്കാറുണ്ട് സാധാരണ സിനിമകൾ. പക്ഷേ ഇതിൽ അങ്ങനെ ഇല്ലായിരുന്നു. അവിടെ തന്നെ കുറേ തഗ്ഗുകളും, മെയിനായിട്ട് ഇയാളെ കണ്ടോണ്ടിരിക്കാൻ എന്ത് രസമെന്ന് അറിയാം. ബ്രാഡ് പിറ്റ് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഈ മനുഷ്യന്. അങ്ങേരുടെ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും, അതുപോലെ തന്നെ അങ്ങനെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് വേറെ നടനുണ്ട് കേട്ടോ, ഡാംസൺ എഡ്രിസ്. ഇയാൾ വേറെ സിനിമയിൽ വല്ലതും ഉണ്ട്, ഭയങ്കര നടനാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ അധികം ഇംഗ്ലീഷ് പടമൊന്നും കാണാത്തതുകൊണ്ട്. പക്ഷേ ഭയങ്കര കിടിലായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു കോമ്പിനേഷനും ഇവരുടെ ഒരു ബോണ്ടിങ്ങും ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്, അത് ഭയങ്കരമായിരുന്നു. ഈ പടം ഇത് തിയേറ്ററിൽ മിസ്സാക്കരുത്. നല്ല തിയേറ്ററിൽ പോയി കാണുക. ഐമാക്സ് നല്ല ഗംഭീര ഐമാക്സ് ഉള്ള തിയേറ്ററാണെങ്കിൽ അവിടെ പോയി കാണുക. അതുപോലെ 4DX നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. തിരുവനന്തപുരം ഐമാക്സിൽ പോയി കാണാനൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. എരിസ്പ്ലക്സ് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സിനോട് അടുപ്പിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീലാണ് ഈ സിനിമ കണ്ടു തീർക്കുമ്പം. F1 ഗുഡ് വൺ.
ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.